അർജുനായുള്ള രക്ഷാദൗത്യം പ്രതിസന്ധിയിൽ. ഐബോർഡ് പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല. ലോറിയുള്ളത് 10 മീറ്റർ താഴ്ചയിലെന്ന് സ്ഥിരീകരണം. പുഴയിലെ കുത്തൊഴുക്ക് കുറയാതെ ഡൈവിംഗ് സാധ്യമല്ലെന്ന് ദൗത്യസംഘം. രാത്രിയിലും ഡ്രോൺ പരിശോധന. തിരുവനന്തപുരം ടെക്നോസിറ്റിയിൽ ഭീതി പരത്തിയ കാട്ടുപോത്തിനെ മയക്കുവെടിവെച്ചു. വെടിവെച്ചത് പിരപ്പിൻകോട് ജനവാസ മേഖലയിൽ നിന്ന്. കാട്ടുപോത്തിനെ പാലോട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാറ്റി. ടെക്നോസിറ്റി പ്രദേശത്തെ കാട് വൃത്തിയാക്കുമെന്ന് മന്ത്രി GR അനിൽ. നീറ്റിൽ പുതുക്കിയ റാങ്ക് പട്ടിക പുറത്ത്. ഫലം പ്രസിദ്ധീകരിച്ചത് പ്രത്യേകമായി നൽകിയ അധിക മാർക്ക് ഒഴിവാക്കി. നടപടി സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം. നിപ്പ ആശങ്കയൊഴിയുന്നു. ഇന്ന് പുറത്തുവന്ന 8 പേരുടെ പരിശോധനാ ഫലവും നെഗറ്റീവ്. 2 പേർ കൂടി ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ. പൂനെയിൽ നിന്നുള്ള DSL-3 മൊബൈൽ ലാബ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. INTUC നേതാവ് രാമഭദ്രൻ കൊലക്കേസിൽ 14 പേർ കുറ്റക്കാരെന്ന് കോടതി. പ്രതികളെല്ലാം CPIM പ്രവർത്തകർ. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമടക്കം 4 പേരെ വെറുതെ വിട്ടു. ശിക്ഷാവിധി ഈ മാസം 30. പാരീസ് ഒളിമ്പിക്സിന് നാളെ തിരിതെളിയും. ആദ്യനമായ അമ്പെയ്ത്തിൽ പ്രതീക്ഷയോടെ ഇന്ത്യ. ഫുട്ബോളിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ച് മൊറോക്കോ.